നമ്മുടെ ഒരു യാത്രയെ ഈ മക്കയുടെ മുറ്റത്തെത്തിയിട്ട് നമ്മളോട് തിരിച്ചു പോകണമെന്ന് പറയുന്ന ഈ ക്രൂരതക്ക് ആയുധം കൊണ്ട് മറുപടി പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നി റസൂലുള്ളാഹ്, ഉമറേ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഹുവ നാസുരി, അല്ലാഹു എന്നെ സഹായിക്കുന്നവനാണ്, വലസ്തു അസ്വീ, എന്റെ റബ്ബ് പറയുന്നതിന് എനിക്ക് എതിര് ചെയ്യാൻ പറ്റില്ല, എന്റെ റബ്ബ് ഈ സന്ധിക്ക് ഒപ്പുവെക്കണമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു ഉമറേ. ആ അപമാനം നമ്മൾ സഹിച്ചേ പറ്റൂ, അല്ലാഹു എന്നെ സഹായിക്കും ഉമറേ, ഇന്നല്ലാഹ നാസുരി, അല്ലാഹു എന്നെ സഹായിക്കും, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഇന്നി റസൂലുള്ളാഹ് ഹുവ നാസുരി വലസ്തു അസ്വീ. ഈ വാക്കുകൾ ഓർത്തു വെക്കേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് തന്നെ ആവർത്തിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ സമയമായി. 3 സ്വലാത്ത് ചൊല്ലി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് പോകേണ്ടവർക്ക് പോകാനും മൂത്രയ്ക്കാനുള്ളവർക്ക് പോകാനൊക്കെയുള്ള സമയമാണ്. പക്ഷേ അള്ള സമയം നേരം വൈകിയെന്ന് തോന്നുന്നു. ഞങ്ങൾ പോയിക്കോട്ടെ, ഉറക്കൊഴിഞ്ഞിട്ട് ഉസ്താദിൻ്റെ വേദോണ്ട് സുബഹി കിട്ടില്ല എന്ന് പറയാൻ നിൽക്കരുത്, ദയവ് ചെയ്തിട്ട്. എല്ലാ പൂർണ്ണ സ്വാതന്ത്ര്യം. അപ്പോൾ 3 സ്വലാത്ത് ചൊല്ലിയാണ്. ഒന്ന് റാഹത്തിൽ, സമയം പോകണത് അറിഞ്ഞ്, സമയം 1 മണിക്കൂർ കഴിഞ്ഞു, ഇനി 1 മണിക്കൂറും കൂടെ ഒക്കെ പെട്ടെന്ന് തീരുന്നാണ് തോന്നുന്നത്. അപ്പോൾ 3 സ്വലാത്ത് നമ്മൾ ഉറക്കെ ചൊല്ലിയാണ്. ഉറക്കെ ചൊല്ലില്ല, തൊണ്ടൊക്കെ ശരിയാക്കിയില്ലേ? സൗണ്ടൊക്കെ വരണട്ടാ. അൽഹംദുലില്ലാ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഇരുന്ന സീറ്റ് ഇപ്പുറത്താക്കി കൊടുത്തിട്ട് ഓരോ സീറ്റിൽ നിങ്ങൾ ഇരിക്കുക. അങ്ങനെ ഒന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ? ഒന്ന് മാറിയിരിക്കാൻ പറ്റുമോ? അതിലൊരു ഉഷാർ കിട്ടുന്ന. അവനാൻ്റെ സീറ്റ് വിട്ടുകൊടുക്കൂല എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പൊന്നും അല്ല കേട്ടോ, നിങ്ങൾ കൊടുത്തോളെ. അൽഹംദുലില്ലാ, റാഹത്തിലിരിക്കുക. അൽഹംദുലില്ലാ. തിരക്കുള്ള ആൾക്കാർ കൂടുതലൊന്നുമില്ല, കുറച്ച് ആൾക്കാർക്ക് തിരക്കുള്ളൂ എന്നാണ് കണ്ടത്. നമ്മൾ ഇരിക്കാൻ തയ്യാറാണ്, മുന്നോട്ട് പോവല്ലേ? അത്ര പോവല്ലേ? അൽഹംദുലില്ലാ. ധൈര്യത്തിലിരുന്നോളൂ, പിരിവൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. നമ്മുടെ ഈ സംരംഭത്തെ നിങ്ങൾ സഹായിക്കണേ. നിങ്ങൾ എല്ലാവരും അതിലേക്ക് സഹായിച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുന്നത്. പടച്ച തമ്പുരാൻ അല്ലാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഹലാല് കൊണ്ട് പരിഹാരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയുടെ അവസാനം ദുആ ചെയ്ത് ഒരു 11:45 10:53 11:50 ആകുമ്പോൾ നിർത്തും. 12 മണിയാകുമ്പോൾ ദുആ കഴിഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്ത് പോയിരിക്കും ഇൻഷാ അല്ലാഹ്. ആയുസ്സുണ്ടെങ്കിൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങോട്ട് എന്താ പറയാ ശരിക്ക്? ഇത് ചെനക്കലങ്ങാട്, ചെനക്കലങ്ങാട്. ചെനക്കൽ പറഞ്ഞാൽ വേറെ സ്ഥലമുണ്ട് അല്ലേ? 3-4 വെറുതെ അല്ല, ഞാൻ എന്താ ചെനക്കലങ്ങാട് ഇവിടെയാണോ എന്ന് ഇങ്ങനെ ആലോചിച്ചത്. വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാ. അങ്ങാടി ഇവിടെ ഉള്ളൂ അല്ലേ? തിരൂരങ്ങാടിയും പറഞ്ഞ പോലെ. ആയിക്കോട്ടെ, ചെനക്കലങ്ങാടിയാണിത്. അൽഹംദുലില്ലാ. യാ റസൂലല്ലാഹി അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാതിൽ. നബിയെ, നമ്മൾ സത്യത്തിന്റെ പക്ഷത്തല്ലയോ, അവർ അസത്യത്തിന്റെ പക്ഷത്തും. അതേ ഉമറേ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലേ? ഉമർ തങ്ങൾ പിന്നെ ഭയങ്കര സങ്കടമായിട്ടോ. ഉമർ തങ്ങൾ പറയാണ്, ഞാൻ അന്നാ ചോദിച്ചത് വേണ്ടില്ല, ഇനി എന്തിനെ ഞാൻ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയൊക്കെ ചോദിച്ചത്? ഉമർ തങ്ങൾ സംശയം കൊണ്ട് ചോദിച്ചതല്ല, ഒരു മനസ്സമാധാനത്തിന് ചോദിച്ചതാ. തങ്ങളോട് അനാദരവോടുകൂടെ ചോദിച്ചതല്ല കേട്ടോ. മഅദല്ലാഹ്, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ലിയത്മഇന്ന ഖൽബു, ഹൃദയത്തിലൊരു സമാധാനം കിട്ടാൻ വേണ്ടി, സഹിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നി റസൂലുള്ളാഹി വഹുവ നാസുരി വലസ്തു അസ്വീ. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് ഉമറേ. ഒരു റസൂലിന് അല്ലാഹ് പറഞ്ഞതല്ലേ ചെയ്യാൻ പറ്റൂ. എന്റെ റബ്ബ് എന്നെ സഹായിക്കും. ഹബീബിന്റെ ആത്മവിശ്വാസമാണത്. അപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, അലം തകുൻ തുഹദ്ദിസുനാ അന്നാ നഅതിൽ ബൈത ഫനതവഫു. നബിയെ, അങ്ങല്ലയോ ഞങ്ങളോട് പറഞ്ഞത് കഅബാലയം നമ്മൾ ചെന്ന് കാണുകയും വിശുദ്ധമായ മക്കയിൽ ചെന്ന് നമ്മൾ തവാഫ് ചെയ്യും, ഉംറ ചെയ്യുമെന്ന് നബിയെ അങ്ങല്ലയോ ഞങ്ങളോട് പറഞ്ഞത്? തങ്ങൾ ചോദിച്ചു, അഖുൽതു ലക അന്നക തഅതീഹിൽ ആം. ഈ കൊല്ലം തന്നെ നമ്മൾ ഉംറ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല.
എന്നാൽ ഉമറേ, ഒരു നാൾ നിങ്ങൾ ഇവിടെ വരും, ഈ കഅബയെ പ്രദക്ഷിണം ചെയ്യും, നിങ്ങൾ തവാഫ് ചെയ്യും. അത് ഈ വർഷം തന്നെ നടക്കുമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, നമ്മൾ ഒരു പ്രതീക്ഷയിൽ പോന്നു. ഈ വർഷം നടക്കാൻ അള്ളാഹുവിന്റെ തീരുമാനമില്ല, അടുത്ത വർഷം നമ്മൾ ചെയ്യും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സംഭവം നടക്കുമ്പോൾ അങ്ങ് ദൂരെ മാറി നിൽക്കുകയായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഉത്തരങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു മനസ്സമാധാനം ഒന്നുകൂടെ കിട്ടാൻ സിദ്ദീഖ് തങ്ങളോട് ചെന്ന് ചോദിക്കുകയാണ്, അബൂബക്കർ സിദ്ദീഖേ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് എന്നവരെ അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാത്തിൽ, തങ്ങളോട് ചോദിച്ച അതേ ചോദ്യം സിദ്ദീഖ് എന്നവരോട്. സിദ്ദീഖ് എന്നവർ ഈ ചോദ്യം കേട്ടിട്ടില്ല, നബി തങ്ങളുടെ മറുപടിയും സിദ്ദീഖ് തങ്ങൾ കേട്ടിട്ടില്ല. ഉമർ തങ്ങൾ പോയിട്ട് ചോദിക്കുകയാണ്, നോക്കൂ, കൊടുക്കുന്ന മറുപടി നോക്കണം, ഭയങ്കര അത്ഭുതമാണ്. അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാത്തിൽ, സിദ്ദീഖേ, നമ്മൾ സത്യത്തിന്റെ പക്ഷത്തും അവർ അസത്യത്തിന്റെ പക്ഷത്തുമല്ലയോ? ഖാല നഅം, അതെ. ഫഅലാമ നുഅതി ദനിയത ഫീ ദീനിനാ, എന്തിനാണ് നമ്മൾ ഈ അപമാനം സഹിക്കുന്നത് സിദ്ദീഖേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ മറുപടിയാ കൊടുക്കുന്നത്, ഇന്നഹു റസൂലുള്ളാഹ്, അവർ അല്ലാഹുവിന്റെ റസൂലാണ് ഉമറേ, വ അന്നല്ലാഹ നാസിറുഹു, അല്ലാഹു നബിയെ സഹായിക്കും, വലൈസ യഅസി, അല്ലാഹു പറഞ്ഞതിനെതിരെ നബി തങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. തങ്ങൾ പറഞ്ഞ അതേ വാക്കാണ് സിദ്ദീഖ് എന്നവർ ആവർത്തിക്കുന്നത്. തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നി റസൂലുള്ളാഹ് വഹുവ നാസിരി വലസ്തു അസ്വി, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹ് എന്നെ സഹായിക്കും, എനിക്ക് അല്ലാഹുക്ക് എതിര് ചെയ്യാൻ പറ്റൂല ഉമറേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കാതെ റസൂലുള്ളാഹി തങ്ങൾ എന്താണോ പറഞ്ഞത് ആ വാക്കുകൾ തന്നെ സിദ്ദീഖ് എന്നവർ ആവർത്തിക്കുകയാണ്. ഇവിടെ ഈ മനപ്പൊരുത്തം അല്ലാഹുവിന്റെ മഹബത്തിന്റെ വലിയൊരു അടയാളമാണ്. തങ്ങൾ എന്താണോ മറുപടി കൊടുത്തത് അതന്നെ ഇവിടെ മറുപടി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത ചോദ്യം ചോദിച്ചു, അലം യുഹദ്ദിഥന റസൂലു അന്നാ നഅതിൽ ബൈത വനതവഫു ബിഹി, അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടില്ലയോ അബൂബക്കറേ, കഅബാലയത്തിന്റെ അരികത്ത് നമ്മൾ വരുമെന്നും അവിടെ തവാഫ് ചെയ്യുമെന്നും നമ്മളോട് നബി തങ്ങൾ പറഞ്ഞില്ലയോ? അപ്പോൾ ശ്രദ്ധിക്കുന്നവരുടെ ചോദ്യം, അഖാല ലക അന്നക തഅതീഹിൽ ആം, ഈ കൊല്ലം ഇതേ വർഷം നിങ്ങൾ ഉംറ ചെയ്യുമെന്ന് നബി തങ്ങൾ പറഞ്ഞോ ഉമറേ? ഇല്ല. നബി തങ്ങൾ പറഞ്ഞോ ഉമറേ, ഈ കൊല്ലം ഉംറ ചെയ്യുമെന്ന് പറഞ്ഞോ? ഉംറ ചെയ്യുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഈ കൊല്ലം എന്ന് പറഞ്ഞോ? അത് തങ്ങൾ ചോദിച്ച ചോദ്യമാണത്. അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞില്ല, ഈ കൊല്ലം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സിദ്ദീഖ് എന്നവരുടെ മറുപടി, ഫഇന്നക ആതീഹി വമുത്തവ്വിഫും ബിഹി, എന്നാൽ ഉമറേ, നിങ്ങൾ മക്കയിൽ വരും, നിങ്ങൾ തവാഫ് ചെയ്യും, നിങ്ങൾ ഉംറ ചെയ്യും. ഈ കൊല്ലം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് ഉംറ ചെയ്യാൻ അവസരം അല്ലാഹു നൽകുമെന്നല്ലേ നബിക്ക് കിട്ടിയ സ്വപ്നം. അത് ഈ വർഷം എന്ന് പറഞ്ഞോ? ഈ വർഷം തിരിച്ചു പോവാ, അടുത്ത വർഷം വരും, അല്ലെങ്കിൽ പിന്നെ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറഞ്ഞത് ആ വാക്കുകൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാക്കിലൂടെ അല്ലാഹു മറുപടിയായി കൊടുക്കുന്നത്. ഇത് അല്ലാഹുവിന്റെ മഹബ്ബത്തിന്റെ ഒരു അടയാളമാണ്. സിദ്ദീഖ് എന്നവരുടെ മെഹബൂബ നബി തങ്ങൾ എന്താ പറഞ്ഞത് അത് തന്നെ മറുപടി. മുവാഫഖത്തുൽ അബ്ദി ലില്ലാഹ്, അല്ലാഹുവിന്റെ ഒരു ഹുക്മ്, റബ്ബിന്റെ ഒരു വിധി, ഹബീബിന്റെ ഒരു ഉത്തരം, അതിന് സമാനമായ ഉത്തരം ഒരു അബ്ദ്, ഒരു സ്വഹാബി പറയുന്നത് അല്ലാഹു ആ സ്വഹാബിയെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്നെയും അങ്ങനെ തന്നെ ഉമർ തങ്ങൾ പറയുമായിരുന്നു, വാഫഖതു റബ്ബി ഫീ സലാസ് ഔ അർബഅ, ചില റിവായത്തിൽ 4 വിഷയങ്ങളിൽ അല്ലെങ്കിൽ 3 വിഷയങ്ങളിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ അല്ലാഹുവിന്റെ നിയമം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളോട് വന്ന് പറയുമായിരുന്നു, മദ്യം ഹറാമായിരുന്നില്ലാത്ത കാലം മുഴുകുടിയന്മാരായിരുന്നു അന്നുണ്ടായിരുന്നത്. അവരോടൊക്കെ ഒരു ദിവസം ഇന്നു മുതൽ കള്ളൂടി നിർത്തണം എന്ന് പറഞ്ഞാൽ ഒരു അഡിക്ഷൻ ഉള്ളവരല്ലേ, തല കറങ്ങി വീഴും സാധനം കിട്ടാതിരുന്നാൽ. അതുകൊണ്ട് ഇസ്ലാം മദ്യം നിരോധിച്ചത് മെല്ലെ മെല്ലെയാണ്. നമുക്ക് വാദകല്ലേ. ഖുർആന്റെ ആയത്തൊക്കെ എടുത്ത് നോക്കിയാലേ പരിഭാഷ എടുത്ത് വായിച്ച് പരിഭാഷ എടുത്തിട്ട് ഇങ്ങനെ തട്ടിവിടുന്നവരുണ്ടാവും. അതിൽ കാണും എന്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കരുത്. അത് മാത്രം നോക്കിയാൽ എന്താ മനസ്സിലാവുക? മൂലന്മാർ വെറുതെ പേടിപ്പിക്കട്ടോ, നിസ്കരിക്കുമ്പോൾ കുടിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നിപ്പോകും. മഅദല്ലാ, അത് ദുർബലപ്പെടുത്തപ്പെട്ട ആയത്താന്നാ പറയാ. അത് ഓതിയ കൂലി കിട്ടും. ഖുർആൻ തന്നെയാണ്, പക്ഷെ അതിന്റെ ആശയം ആക്റ്റീവ് അല്ല. ഏതാണ് ആക്റ്റീവായ ആശയം? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം. ആയത്തിറങ്ങിയ ക്രോണോളജി മനസ്സിലാക്കണം. അപ്പോഴാണ് ഏത് നിയമമാണ് പ്രാബല്യത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുക.
കള്ള് നിരോധിക്കുന്ന അവസാനത്തെ ആയത്ത് വന്നു. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്താൻ. മദ്യപാനവും ചൂതാട്ടവും ശകുനം നോക്കലും ബഹുദൈവാരാധനയും പൈശാചികമാണ്, നിങ്ങൾ നിർത്തേണമേ. വിജയം വേണോ, നിങ്ങൾ ഇത് ഉപേക്ഷിച്ചേ പറ്റൂ. അപ്പോഴാണ് മദീനത്തെ കള്ള് ഷാപ്പിലെ സർവ്വഭരണികളും പിടാവുകളും പൊട്ടിത്തകർത്തത്, പൊട്ടിച്ചു കളഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് നബിയോട് പറയും, നബിയേ അള്ളാഹുവിനോടൊന്ന് പറയണേ, നബിയേ മദ്യമൊന്ന് ഹറാമാക്കാൻ പറയണേ. മൃതങ്ങൾ നബിയോട് ഇങ്ങനെ ഇടക്ക് വന്ന് പറയും. അള്ളാഹിന്റെ വഹി വരാതെ നബി നിങ്ങൾക്കത് പറയാൻ കഴിയൂല. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിസ്കാരമുണ്ട്. അന്ന് നിസ്കരിക്കുമ്പോഴൊന്നും മദ്യപിക്കരുത് അല്ലെങ്കിൽ മദ്യം പൂർണ്ണമായി ഹറാമാക്കിയ ആ ആയത്ത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കുടിക്കുന്നവർ കുടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാർട്ടി കഴിഞ്ഞ് അവർ ഈ മുന്തിരി വീഞ്ഞും കുടിച്ചിട്ടാണ് നിസ്കരിക്കുക. അപ്പോൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയപ്പോൾ ഇടയ്ക്ക് ലാ ലാ എന്നുള്ള ലാ അഅ്ബുദു മാ ആ ലാ ഒക്കെ പറയാൻ വിട്ടുപോയി. അത് വിട്ടുപോയ ആശയം ഗുരുതരമായ പിഴവ് സംഭവിക്കും. നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ, ദേവീദേവന്മാരെ ഞാൻ ആരാധിക്കുന്നില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഐ ഡോണ്ട് വർഷിപ്പ് വാട്ട് യു വർഷിപ്പ്. ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറയേണ്ട, ഇല്ല വരുന്നത് ലാ എന്ന് പറയുമ്പോഴാണ്. ഞങ്ങൾ ആരാധിക്കണത് തന്നെ ഞാൻ ആരാധിക്കണമെന്ന് പറഞ്ഞാണ് സംസ്കരിച്ചത്. ഭയങ്കര പ്രശ്നമായി, തൗഹീദിന് ഘടകവിരുദ്ധമായി പോയത്. പൊന്നാരെ നബിയെ, അള്ളാഹിനോട് ഇതൊന്ന് ഹറാമാക്കാൻ പറയോ, മദ്യം ഒന്ന് ഹറാമാക്കി നബിയെ, മദ്യ ഹറാമാക്കണേ. അങ്ങനെയാണ് അൻസ്വാരികളും മുഹാജിറുകളും തമ്മിൽ ഒരു പാട്ട് കച്ചേരി നടന്നു മദീനയിൽ. ഓരോ കുടുംബം അവരുടെ തറവാടിന്റെ പോരിശ പറഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങി. അന്നത്തെ ഫേസ്ബുക്കാണ് ഈ പാട്ടുകാർ, അന്നത്തെ കവികൾ. അവർ പറഞ്ഞ നാട് മൊത്തം അറിയും. അങ്ങനെ ഇവരങ്ങോട്ടുകൂടെ പാടാൻ തുടങ്ങി. അപ്പോൾ അൻസ്വാരികൾ എന്ന് പറഞ്ഞാൽ മദീനക്കാർ, നാട്ടുകാരല്ലേ, അവരല്ലേ മുഹാജിറുകളെ സ്വീകരിച്ചത്. അവരെ ചീത്ത പറഞ്ഞിട്ടൊരു മുഹാജിർ പാട്ടങ്ങ് പാടി. അവർക്ക് ദേഷ്യം വന്നു. ഒരു ഒട്ടകത്തിൻ്റെ താടിയെല്ലുണ്ടെന്ന് ഒരൊറ്റ ഏറ് കൊടുത്തു പാടിയ കവിൻ്റെ തലയ്ക്ക് തലങ്ങ് പൊട്ടി. ചോരയോടുകൂടെ ഹബീബിന്റെ മുമ്പിലേക്ക് എടുത്തു കൊണ്ടുപോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നാര നബിയെ, അള്ളാഹിനോട് കള്ളൊന്ന് നിരോധിക്കാൻ പറയൂ നബിയെ. ആയത്തിറങ്ങുകയാണ്. ഫനസല ജിബ്രീലു അലൈഹിസ്സലാം. ഉമർ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ വിഷയം അങ്ങനെ തന്നെ അള്ളാഹിന്റെ നിയമം വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്താൻ. ഈ നാലും പിശാചിന്റെ പണിയാണ്. ഇന്നമൽ ഖംറു, ഇൻടോക്സിക്കൻസ്, മത്ത് പിടിപ്പിക്കുന്ന പരിപാടികൾ. അത് പൊടിയോ പെയിന്റോ എന്തോ ആവട്ടെ, വായൻ്റെ പല്ലിൻ്റെ അടിയിൽ വെക്കണമെങ്കിലും ചുണ്ടിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിലും മണക്കുകയാണെങ്കിലും സ്പ്രേ ആണെങ്കിലും സൂചിയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും തിന്നുകയാണെങ്കിലും ലഹരിയുണ്ടോ? അതല്പം ലഹരി കൂടുതൽ കഴിച്ചാൽ ഉപയോഗിച്ചാൽ ലഹരിയുണ്ടോ? അതല്പം തൊടൽ പോലും ഹറാമാണ്. അതാണ് ശരീഅത്തിന് മാ യുസ്കിറു കസീറുഹു ഫഖലീലുഹു ഹറാം. ലഹരി ഉണ്ടാക്കുന്നതും വൽ മൈസിറു, ചൂതാട്ടങ്ങൾ, ലോട്ടറി, ചൂതാട്ട പരിപാടികൾ, അതൊക്കെ ലോട്ടറിക്ക് ഗാംബ്ലിങ്ങിലെ വരിക. അത് അടിച്ചാൽ പിന്നെ ഈ മസിലൊന്നും നോക്കലില്ല. അപ്പോൾ പിന്നെ അത് പറ്റുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൂല്യരുണ്ടോ എന്ന് അന്വേഷിച്ച് പോകും വണ്ടി എടുത്തിട്ട്. എന്നിട്ടാ പൈസ ഒരിച്ചെടുക്കും. ലോട്ടറി അല്ലേ കിട്ടിയത്. ഈമാനൊക്കെ ശരിക്ക് തെളി അവിടെയാണ്. അത് ലോട്ടറി അടിച്ചിട്ടുണ്ടല്ലോ, ഈമാൻ വരണം. ഇതെനിക്ക് വേണ്ട, ഇത് പലിശ പൈസ പോലെ പൊതുകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്നൊരു ഈമാൻ വല്ലാത്ത ഈമാനാണ്. ഒന്ന് രണ്ട് കഥ ഉണ്ട്, ഞാൻ പറയണില്ല. ലോട്ടറി അടിച്ചിട്ട് കുടുങ്ങിപ്പോയതേ. അപ്പോ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം. അന്ന് ശകുനം നോക്കുന്ന പരിപാടിയുണ്ട്. അന്നത്തെ അവരുടെ ആരാധനാലയങ്ങളിൽ 3 അമ്പ് കൊണ്ടുപോയി വെക്കും ഒരു മനുഷ്യൻ ഒരു പണി ചെയ്യാൻ പോകുമ്പോൾ. ഒന്ന് ഇഫ്അൽ, ഒന്ന് ലാ തഫ്അൽ, ചെയ്യണം, ചെയ്യണ്ട, പിന്നെ വേണ്ടവരെ ചെയ്തോ. അങ്ങനെ 3 എണ്ണമാണ്. അപ്പോൾ ഇങ്ങനെ യാത്ര പോകാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ അവരുടെ ദേവീദേവന്മാരുടെ മുമ്പിൽ വന്നിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് കണ്ണും ചെമ്മി ഇതിൽ അമ്പെടുക്കും. അതെടുത്തപ്പോൾ പോകരുത്, ഡോണ്ട് ഡു എന്നാണ് കണ്ടതെങ്കിൽ പിന്നെ അന്ന് യാത്ര പോകില്ല, പിറ്റേന്ന് വരിക. അങ്ങനത്തെ പരിപാടിയുണ്ട്. ഇംറുൽ ഖൈസ് എന്ന് പറഞ്ഞ ഭയങ്കര കവിയുണ്ട്. ഇംറുൽ ഖൈസ് പ്രേമകാവ്യം എഴുതിയ ആളാണ്. പ്രേമം ബാധിച്ച് ഭ്രാന്ത് പിടിച്ച ആളാണ്. അപ്പോൾ പിന്നെ കവിതകളൊക്കെ ഭയങ്കര രസമായിരിക്കും കേൾക്കാൻ. അങ്ങനെ തലക്ക് സുഖമല്ലല്ലോ, അങ്ങനെ പാടില്ലേ. ഭയങ്കര രസകരമായ അറബ് സാഹിത്യങ്ങളൊക്കെ ഇംറുൽ ഖൈസിൻ്റെതാണ്. മൂപ്പരെ വാപ്പനെ ഒരാൾ കൊന്നുകളഞ്ഞു. അപ്പോൾ വാപ്പയെ കൊന്ന ആളെ തിരിച്ചു കൊല്ലാൻ പ്രതികാരം ചെയ്യണോ വേണ്ടേ എന്ന് അമ്പലത്തിൽ വന്ന്, അന്നത്തെ ക്ഷേത്രത്തിൽ വന്ന് അയാൾ ഈ ശകുനം നോക്കുന്ന പരിപാടിക്ക് വന്നതാണ്.
അങ്ങനെ കണ്ണും എടുത്തു നോക്കുമ്പോൾ ഡോണ്ട് ചെയ്യരുത് എന്നാ. ആ അമ്പങ്ങട്ട് മുറിച്ചിട്ട് അയാളുടെ ദൈവത്തോട് കാർക്കിച്ചു തുപ്പി പറഞ്ഞു, ദൈവമേ, നിന്റെ വാപ്പയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഈ പണിച്ച് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് സ്വന്തം വാപ്പനെ കൊന്നാൾ പോയി കൊന്നാളാ. അപ്പൊ അവർക്ക് അത്രയെന്ന് വിശ്വാസമുള്ളൂ എന്ന് മനസ്സിലാക്കാം, അത്രേ ആലോചിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അമ്പ് മുറിച്ചിടാൻ പാടില്ലല്ലോ. ഖുർആൻ പറഞ്ഞു, ഈ പരിപാടിയൊക്കെ അന്ധവിശ്വാസമാണ്, ഇതൊന്നും ചെയ്യരുത്. വൽ അസ്ലാമു വൽ അൻസ്വാബ്, ദൈവത്തിന് രൂപങ്ങളില്ല, അള്ളാഹുവിനെ നിങ്ങൾ രൂപങ്ങൾ വെച്ച് പൂജിക്കരുത്. ഇതൊക്കെ പറഞ്ഞ് ആയത്തിറങ്ങുകയാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു കാന യതമന്നാ നുസൂല തഹരീമിൽ ഖംർ, മദ്യം ഹറാമാവണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ ആയത്തിറങ്ങിയിട്ടുണ്ട്. പെണ്ണുങ്ങളെ മദീനയിലൂടെ നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയും, പൊന്നാര നബിയേ, സച്ചരിതകളായ അള്ളാഹനെ ഭയപ്പെടുന്ന മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് ഹിജാബ് ധരിക്കാൻ പറയണേ നബിയേ. അവരുടെ സൗന്ദര്യം കാണപ്പെടുമ്പോൾ പുരുഷന്മാർ ഇറങ്ങി നടക്കുന്ന സമയമല്ലേ, അവരിറങ്ങി നടക്കുന്ന സ്ഥലങ്ങളല്ലേ. പെണ്ണുങ്ങൾ ആണുങ്ങളെപ്പോലെ നടന്നാൽ അവിടെ ധാർമ്മികമായ പ്രശ്നങ്ങൾ, അധാർമികതയുണ്ടാകും നബിയേ. അതുകൊണ്ട് അള്ളാഹുവിനോട് ഹിജാബ് ഇറക്കാൻ പറയണേ, ഹിജാബ് നിർബന്ധമാക്കാൻ പറയണേ. അങ്ങനെയാണ് ആയത്തിറങ്ങുന്നത്. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയണമേ, അവർ മുഖം മറക്കുന്ന, തലമറക്കുന്ന അതേ വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറക്കണമെന്ന് നബിയേ. സത്യവിശ്വാസിനികളായ പെൺകുട്ടികളോടും അങ്ങയുടെ ഭാര്യമാരോടും സത്യവിശ്വാസികളായ എല്ലാ പെണ്ണുങ്ങളോടും പറയണമേ, ഹിജാബിന്റെ ആയത്ത് വേണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചതാണ്. അതുപോലെ നടന്നു. ബദർ യുദ്ധം കഴിഞ്ഞപ്പോ ബദറിലെ ക്യാപ്റ്റീവ്സ്, യുദ്ധ തടവുകാരുണ്ട്. ആ തടവുകാരെ റാൻസം വാങ്ങി പൈസ വാങ്ങിയിട്ട് വിട്ടയക്കണമോ? അതല്ല, അള്ളാഹുവിന്റെ റസൂലിനെയും വിശുദ്ധരായ സ്വഹാബികളെയും തുടച്ചു നീക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീന വരെ 350 കിലോമീറ്റർ ബദർ വരെ യാത്ര ചെയ്തു വന്ന ഇവന്മാരെ വെറുതെ വിടേണ്ടതുണ്ടോ? അവരെ വധശിക്ഷക്ക് തന്നെ വിധേയമാക്കണ്ടയോ എന്ന ഒരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ, നമ്മൾ അവരിൽ നിന്ന് റാൻസം വാങ്ങിയിട്ട്, ഫിദിയ വാങ്ങിയിട്ട് അവരെ നമുക്ക് വിട്ടയക്കാം. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, വിട്ടുവീഴ്ച ചെയ്തുകൂടാ. അവര് നമ്മുടെ സ്വന്തം നാട് നമ്മൾ ഉപേക്ഷിച്ചു വന്നിട്ട് സമാധാനത്തോടെ മദീനയിൽ ജീവിക്കാൻ പോലും നമ്മളെ വിടാതെ മക്കയിൽ നിന്ന് ആയുധവുമായി നമ്മുടെ മദീന വരെ വന്ന് നമ്മളോട് പടപൊരുതാൻ വന്ന ശത്രുക്കള് അവര് തോറ്റതല്ലേ? അവര് ജയിച്ചിരുന്നെങ്കിൽ നമ്മളെ വെറുതെ വിടുമോ അവര്? അതുകൊണ്ട് അവരെ കഠിനമായ ശിക്ഷക്ക് തന്നെ വിധേയമാക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ സ്വീകരിച്ചത് സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായമാണ്. വേണ്ട, അവര് മോചനദ്രവ്യം തന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയും. അതിലാണ് ചില ആളുകളോട് സ്വഹാബികൾക്ക് എഴുത്തും വായനയും അറബി പഠിപ്പിക്കാൻ കഴിയുന്ന 10 ആൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് വെറുതെ പോകാം, പൈസയും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ആയത്തിറങ്ങി, വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി. ഹത്താ യുസ്ഖിന ഫിൽ അർദ്, നബിയെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനമായിരുന്നു അവിടെ നടപ്പാക്കേണ്ടിയിരുന്നത് എന്ന് വിശുദ്ധരായ നബി ഞങ്ങൾക്ക് ആയത്തിറങ്ങുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിനൊത്ത് ആയത്തിറങ്ങി. അങ്ങനത്തെ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇയകും മിൻ ബഅദി നബിയുൻ, എന്റെ ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നുവെങ്കിൽ അത് ഉമറാണ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് അവരുടെ തീരുമാനങ്ങളിൽ അല്ലാഹുവിന്റെ തീരുമാനത്തിനൊത്ത് തീരുമാനമെടുക്കാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്താണോ നബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതാണ് നമുക്ക് നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിനോടുള്ള സ്നേഹം ഹബീബിനോടുള്ള സ്നേഹമാണ്. ഹബീബിനെ അനുസരിക്കൽ അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. എത്രത്തോളം നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ആ സ്നേഹം കുറയും. തെറ്റ് കുറയുന്നുണ്ടോ ആ സ്നേഹം കൂടും. തെറ്റ് ചെയ്യുന്നവർക്ക് തീരെ അള്ളാഹിനോട് സ്നേഹമല്ല എന്നും പറയാൻ പറ്റൂല. സ്വഹീഹ് മുസ്ലിമിൽ വന്ന വളരെ പ്രബലമായ ഒരു ഹദീസ് ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിനോട് തമാശ പറഞ്ഞിരുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് അബ്ദുല്ലാഹിൽ ഹമ്മാർ. കഴുതയെ വാഹനം ഓടിക്കുന്ന ആൾ എന്ന് അതിനർത്ഥം. ഹമ്മാർ, ഹിമാർ അല്ലേ? ഹിമാർ എന്ന് പറഞ്ഞാൽ കഴുതയാണ്, അക്രമക്കുമുള്ള. പക്ഷെ ഹമ്മാർ എന്ന് പറഞ്ഞാൽ കഴുതന്റെ ഡ്രൈവർ എന്നതിനർത്ഥം. ഇദ്ദേഹം അങ്ങനെ ഒരു അന്നത്തെ ടാക്സി വണ്ടി അതാണ്. അപ്പൊ അത് ഓടിക്കുന്ന ഒരു അബ്ദുള്ളയുണ്ട് റളിയല്ലാഹു അൻഹു. ഭയങ്കര തമാശ, നബി തങ്ങളോട് ഇടക്കൊക്കെ തമാശ പറഞ്ഞ് തങ്ങളെ ചിരിപ്പിക്കല പരിപാടി. ചേട്ടക്കൊന്ന് പോയി വീശും. ഇസ്ലാമക്ക് വന്നിട്ടേ ഉള്ളൂ, ആ പഴയ പരിപാടി നിർത്തിയിട്ടില്ല. അങ്ങനെ നബി തങ്ങൾ പിടിക്കും, മദ്യപിച്ചതിന് അടി കൊടുക്കും, ശിക്ഷ കൊടുക്കും. 40 അടി വാങ്ങിച്ചിട്ട് പോകും.
പിന്നെ എന്തെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും ഒന്ന് വീശും, അപ്പോഴും പിടിക്കും, കൊണ്ടുവരും, അടിക്കും. ഇങ്ങനെ 2-3-4 തവണ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ഇയാൾ അടി വാങ്ങിച്ചു പോകണം. മൂപ്പര് നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യാൻ മൂപ്പരെ കൊണ്ട് പറ്റണില്ല. അങ്ങനെ വന്നപ്പോൾ 4-ാമത്തെ തവണ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് അടി വാങ്ങിച്ചു പോകുമ്പോ സ്വഹാബികളിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, ഒരു സ്വഹാബി പറഞ്ഞു, അല്ലാഹുമ്മൽ അൻഹു, പടച്ചവനെ ഈ മനുഷ്യനെ നീ ഒന്ന് ശപിക്കണമേ. വേറെ ആള് പറഞ്ഞു, അള്ളാഹു നിന്നോട് ദേഷ്യപ്പെടട്ടെ, എത്ര തവണയാണ് നീ ഇങ്ങനെ വരുന്നത്, എത്ര തവണയാണ് നിന്നെ ശിക്ഷിക്കുന്നത്? 1 വട്ടമോ 2 വട്ടമോ അല്ലല്ലോ, 3 കഴിഞ്ഞില്ലേ, 4 ആയില്ലേ, നിനക്ക് നിർത്താനായില്ലേ, അള്ളാഹു നിന്നെ ശപിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ ശാപവാക്കുകൾ കേൾക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഫഖാലൻ നബി, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ തൽഅനൂ, ആ മനുഷ്യനെ നിങ്ങളൊന്നും ശപിക്കല്ലേ. ഫവല്ലാഹി മാ അലിംതു ഇല്ലാ അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, ആ മനുഷ്യനെ കുറിച്ച് ഞാൻ അറിയുന്നത്, ആര് പറയാ? നബി തങ്ങൾ പറയാ. ഇയാളെക്കുറിച്ച്, ഇയാൾ മദ്യപിക്കുന്ന ആളാണ്, എന്നാലും അയാളെക്കുറിച്ച് ഞാൻ അറിയുന്നത് യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും സ്നേഹമുള്ള ആളാണ് ഈ മനുഷ്യൻ. കൽബിന്റെ ഉള്ളിൽ സ്നേഹം അപ്പോഴും ബാക്കിയുണ്ട്, പക്ഷെ ആ ഒരു ദുശ്ശീലം നിർത്താൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അയാളെ പിശാചിന് എറിഞ്ഞു കൊടുക്കുകയാണോ? അദ്ദേഹം അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളാണ്, ഹബീബിനെ സ്നേഹിക്കുന്ന ആളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദുഷിച്ച ഏതെങ്കിലും സ്വഭാവങ്ങളുള്ള ആളുകളെ മുഴുവനായും അങ്ങ് അകറ്റുകയോ, ആർക്കും വേണ്ടാത്ത ആളാണെന്ന് പറയുകയോ, നാട്ടുകാർ അയാളെ പിടിച്ച് കള്ളുകുടിയനായി സ്റ്റാമ്പ് അടിച്ചു വിടുകയോ ചെയ്യരുതേ. നന്നാവാനും തൗബ ചെയ്യാനും അവസരം കൊടുക്കണമെന്ന് മാത്രമല്ല, ആ മനുഷ്യനിലെ ഏതെങ്കിലും ഒരു നന്മയെ നിങ്ങൾ എടുത്തു പറയണം. ഒരാൾക്ക് എത്രയോ തെറ്റുകളുണ്ടാകാം, അത്രമേൽ അയാളിൽ നന്മയും ഉണ്ടാകാലോ. ഒരു മനുഷ്യന്റെ നന്മ നിങ്ങൾ കാണാതെ പോകരുത്. ആ മനുഷ്യൻ എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും അയാളുടെ നന്മയെ നിങ്ങൾ മറക്കരുതേ എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠമാണ് ഈ ഹദീസ്. അതുകൊണ്ട് പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ കനം കുറയും, അതിന്റെ ഭാരം കുറയും, അതിന്റെ ആഴം കുറയും. എന്നാൽ അള്ളാഹുവിനോട് അനുസരണ കൂടുകയാണെങ്കിൽ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂടുകയാണെങ്കിൽ, ആ കൂടുന്നത് മഹബ്ബത്താണ്. അള്ളാഹുവിന്റെ ഇബാദത്ത് കൂടുകയാണെങ്കിൽ മഹബ്ബത്ത് കൂടുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ ആളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, രാവിലെയും വൈകുന്നേരവും നമ്മൾ അവരെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. ഒരാളെ, ഒരു വസ്തുവിനെ, ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ടാൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും ഫുട്ബോളിനെ കുറിച്ചായിരിക്കും പറയാ, പൈസ ഇഷ്ടമുള്ളവർ വെറും ബിസിനസിനെ കുറിച്ചായിരിക്കും പറയാ, വേറെ വല്ലതും ഇഷ്ടമുള്ളവർ അതായിരിക്കും പറയാ. എന്താണോ ഇഷ്ടം അതാണ് പറയാ. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ നാവ് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നനയണമേ. നാവ് ഇങ്ങനെ നനയണം ദിക്ർ കൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. തസ്ബീഹുകൾ നാവിലൂടെ വരണം, സുബ്ഹാനല്ലാഹ് വരണം, അൽഹംദുലില്ലാഹ് വരണം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് വരണം. സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ബന്ധമാണ്, ഹബീബിനോടുള്ള ബന്ധമാണ്. ഹബീബിന്റെ മെഹബൂബായ അല്ലാഹുവിനോടുള്ള ബന്ധം ബ്രിഡ്ജ് ചെയ്യുന്നത് അതാണ്. അതുകൊണ്ട് നാവ് ദിക്ർ കൊണ്ട് നനയണം, ഖുർആൻ കൊണ്ട് നനയണം, ദുആ വേണം. അള്ളാഹുവിലേക്ക് ജനങ്ങളെ അറിയിച്ചു കൊടുക്കണം. പടച്ചവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, മക്കളോട്, വീട്ടുകാരോട്. അള്ളാഹുവിനെ കുറിച്ചുള്ള വാക്കുകൾ വേണം. പ്രേമിക്കുന്നവരും അനുരാഗമുള്ളവരും അവരുടെ മെഹബൂബിനെ കുറിച്ച് എത്രയാ പാടുന്നത്. അൻത്രത്ത് ബിൻ ഷദ്ദാദ് എന്ന് പറഞ്ഞ കവിയുണ്ട്. അദ്ദേഹത്തിന്റെ മൂപ്പരുടെ സ്ഥലത്ത് ഞാൻ പോയി കഴിഞ്ഞ 2 ദിവസം മുമ്പ്. അദ്ദേഹത്തിന്റെ ആ സ്ഥലം നിൽക്കുന്ന സൗദി അറേബ്യയിലെ ഹായിലിന്റെ അടുത്താണ്. ഹായിലിനടുത്ത് അൻത്രത്ത് ബിൻ ഷദ്ദാദും അയാളുടെ അമ്മാവന്റെ മകൾ ഉബ്ല, ആ പെണ്ണിനെ പ്രേമിച്ച് തലകറങ്ങിപ്പോയ ആളാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പ്രേമകാവ്യങ്ങൾ പാടിയിരുന്ന 2 മനോഹരമായ പാറകളുണ്ട്. അതൊക്കെ ഇന്നോടെ ഗവൺമെന്റ് അടയാളപ്പെടുത്തി വലിയ ചരിത്ര സ്മാരകമാക്കി വെച്ചിട്ടുണ്ട്. അൻത്രത്ത് ബിൻ ഷദ്ദാദ് വലിയ പ്രേമകാവ്യ. വലഖദ് ദകർതുക വരിമാഹുക അന്നഹാ അഷ്താനു ബിഇരിൻ ഫീ ലിബാനിൽ ലദ്ഹുമി. യുദ്ധം നടക്കുമ്പോ തലങ്ങും വിലങ്ങും അമ്പുകളും വില്ലുകളും കുന്തങ്ങളും ചീറിപ്പാഞ്ഞു വരുമ്പോ
അൻതറത്ത് ബിൻ ഷദ്ദാദ് എന്ന് പറയുന്ന കവി പറയാണ്, ഉബ്ലാ, ആ യുദ്ധമുഖത്ത് ഞാൻ നിന്നെ ഓർക്കുകയായിരുന്നു. വലഖദ് ദകർതുകി വരിമാഹു കഅന്നഹാ അഷ്താനു ബിഇരിൻ ഫീ ലിബാനിൽ ലദ്ഹുമി. ഉബ്ലയെ, നീ താമസിച്ച കിണറും അതിന്റെ ചുറ്റുവട്ടത്തുള്ള കറുത്ത കല്ലുകളുമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എവിടെ? യുദ്ധം നടക്കുമ്പോ. അതുകൊണ്ട് ഖുർആൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പടച്ചോനെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരും. സൂറത്തുൽ അൻഫാൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ. പറഞ്ഞ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞത്? പിന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളോടാ പറയുന്നത്. സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു. ഒരു സൈന്യത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കൊരവസരമുണ്ടായാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്. നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവരുടെ മുമ്പിൽ ഉറച്ചു നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, വദ്കുറുല്ലാഹ ദിക്റൻ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണമേ എന്ന് പറഞ്ഞാൽ, അന്ന് അറബികളുടെ ഒരു രീതിയുണ്ട്. യുദ്ധമാസന്നമായി മരണം മുന്നിൽ കാണുമ്പോൾ അവർ അവരവരുടെ പ്രേമഭാജനങ്ങളെ ഓർക്കാറുണ്ട്, കവിതകൾ ചൊല്ലാറുണ്ട്. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരണം, അല്ലാഹുവിനെ ഓർമ്മ വരണം, അല്ലാഹുവിനെ ഓർക്കണമേ. ജീവൻ പോകുമെന്ന് പേടിക്കുന്ന നേരം അവിടെ ആരെങ്കിലും ദിക്റെല്ലാം നിൽക്കുവോ, തസ്ബീഹ് ചൊല്ലാൻ നിൽക്കുവോ? അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരെ അത് ചെയ്യുള്ളൂ. അല്ലേ? ഐസിയുവിൽ കിടക്കുകയാണ്, പിന്നെ കുട്ടികളെ കാട്ടിത്തരുമോ? അതൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. വേഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തും കലിമയൊക്കെ ചൊല്ലിയിരിക്കുക. ഒരു പക്ഷേ നമ്മളെ വേണ്ടപ്പെട്ടവരെ വരെ ആ റൂമിലേക്ക് ഒരു കയറ്റി വിട്ടില്ല എന്ന് വരും. നമ്മൾ പറയുന്നുണ്ടാവും, എൻ്റെ കുട്ടികളൊന്ന് പറഞ്ഞു പിടിക്കുക, ഒരു കാര്യം പറയണട്ടോ. പക്ഷേ ഈ ഓക്സിജനൊക്കെ വെച്ചിട്ടേ നമ്മളോട് അത് അവർ തുറന്നു തരൂല, നമ്മളോട് മിണ്ടാനും സമ്മതിക്കൂല. നമ്മളങ്ങനെ മരിക്കേണ്ടി വരും ചിലപ്പോൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ അങ്ങനെയാണ് നമ്മുടെ വിധിയെങ്കിൽ ആ നേരത്ത് ഉള്ള നേരം അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിക്കുക. അള്ളാഹുവേ, ഞാൻ തെറ്റൊക്കെ ചെയ്തു പോയൊരു മനുഷ്യനാണ്. പടച്ചോനെ, നീ കാരുണ്യവാനല്ലേ, എന്നോട് റഹ്മത്ത് കാണിക്കണേ. എന്നെ അവർ കൊണ്ടുപോയി ഞാൻ ഖബറിൽ കൊണ്ടുപോയി വെക്കും, അവിടെ ഞാൻ ഒറ്റക്കായിരിക്കും. പടച്ചവനെ, നീ എന്നോട് റഹ്മത്ത് ചെയ്യണട്ടോ, എനിക്ക് മാപ്പ് തരണം കേട്ടോ പടച്ചോനെ എന്ന് തൗബ ചൊല്ലി അവിടെ ഇരിക്കുക. വേറൊന്നും പേടിച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മൾ ഒച്ച വെച്ചിട്ടും കാര്യമില്ല. ആരെ വിളിച്ചാൽ അവിടുത്തെ നേഴ്സോ ഡോക്ടറോ ആരുടെ പറഞ്ഞയക്കൂല. അങ്ങനത്തെ ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് നമ്മൾ കിടക്കണതെങ്കിൽ വേഗം ഡിപ്പാർച്ചറിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, കലിമ ചൊല്ലിക്കൊണ്ടിരിക്കുക, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ എൻ്റെ കുട്ടികളെ കണ്ടിട്ടില്ലല്ലോ, പേരക്കുട്ടനെ കാണണം, മോനെ കാണണം, മോളെ കാണണം, എൻ്റെ ഭാര്യനെ കാണണം, ഇതൊന്നും അവിടെ ആലോചിച്ചിട്ട് കാര്യമില്ല. എന്തിനാ നമ്മൾ അതിന് നിൽക്കണം? ബോധമുണ്ടോ? കലിമ ചൊല്ലിക്കോളെ. കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചു പോയാൽ ഒന്നുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് പറഞ്ഞ് നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് മരിക്കണതെങ്കിലും അവസാനം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂലി കിട്ടും. അവസാനം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് ശേഷം വേറൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വാപ്പ 6 മാസം കഴിഞ്ഞിട്ടാണ് മരിക്കണത്, എന്നാലും കുഴപ്പമില്ല, അവസാന കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭാഗ്യം കിട്ടും, അല്ലേ? അതുകൊണ്ട് സങ്കീർണങ്ങളായ മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കണമേ. വദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ റോഡിൽ കുഴിയുണ്ട് കേട്ടോ, ഇവിടെ റോഡ് പണി നടക്കുകയാണ്, ഹൈവേയിൽ പോയി ചാടരുത് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാന്നാ പറയാ. ശ്രദ്ധിക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു നമുക്കൊക്കെ അവനിലേക്ക് തിരിച്ചു പോകണം. നമ്മൾ വെറുതെ സുജായികളെ നമ്മൾ വെറുതെ ഇരിക്കുക. നമ്മൾ ഒരാളെ കൊണ്ടേ മറവ് ചെയ്യുമ്പോൾ അടുത്തത് ഞാനാണെന്ന് അതിൻ്റെ അർത്ഥം. നമ്മളൊക്കെ പോവുകയാണ്. ഇവിടെ ആരും എന്തൊക്കെ എൻ്റെതാന്ന് പറഞ്ഞ് പട്ടയം ആധാരം കയ്യിൽ വെച്ച് കുത്തിരിക്കാന്നല്ലാണ്ട് ഇതൊന്നും കവർക്ക് കൊണ്ടുപോകില്ല. അത് എൻ്റെതാന്ന് പറഞ്ഞു കേൾക്കുമ്പോഴൊരു സുഖം അത്ര തന്നെ. ജീവിതത്തിൽ ചിലപ്പോൾ അത് അനുഭവിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ആഖിറം നഷ്ടപ്പെടരുത്, പരലോകം നഷ്ടപ്പെടരുത്. ദുനിയാവ് ഒന്നും കിട്ടിയില്ല എന്ന് വരും, ആഖിറം നഷ്ടപ്പെടരുത്. ഫദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. മരണത്തെ മുഖാമുഖം കാണുന്ന നേരം യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ ദിക്റൻ കസീറാ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരെങ്ങനെയാണ്? അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവര് അല്ലാഹുവിൽ സമാധാനം കണ്ടെത്തുന്നവരാണ്. അടയാളം അതാണ് അൽ ഉൻസു ബില്ലാഹ്. നിസ്കരിക്കണം, എനിക്ക് നിസ്കരിക്കണം എന്ന മനസ്സുകൊണ്ട് ആഗ്രഹം വരണം. നമ്മുടെ വിദ്യാർത്ഥിനികളോട് പറയട്ടെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ എനിക്ക് നിസ്കരിക്കണം എന്ന ബോധം നിങ്ങൾക്ക് വേണം. ഉമ്മ വാപ്പാക്ക് വേണ്ടിയല്ല, അവരാരും നിങ്ങളെ കണ്ടില്ലെന്ന് വരും. കണ്ടില്ല എന്ന് വന്നേ, ടീച്ചേഴ്സോ അവിടുത്തെ അധ്യാപകരോ നിങ്ങളോട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല എന്ന് വരും.
നിസ്കരിക്കാൻ നേരമായാൽ ലഭ്യമായ സൗകര്യങ്ങളിൽ എവിടെയെങ്കിലും വുളു എടുത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് 4 റക്അത്ത് ളുഹർ അല്ലെങ്കിൽ 4 റക്അത്ത് അസ്ർ നിസ്കരിക്കാൻ മറന്നു പോവല്ലേ. അൽ ഉൻസു ബില്ലാഹ്. നമ്മുടെ എക്സാമിനേക്കാളും നമ്മുടെ പഠനത്തെക്കാളും നമുക്ക് നേടാനുള്ള ജോലിയെക്കാളും നമ്മുടെ ഭാവി പ്ലാനുകളെക്കാളും ഏറ്റവും വലുതാണ് അള്ളാഹുവിൻ്റെ വിഷയം. അതാണ് അല്ലാഹു അക്ബർ. അള്ളാഹുവേ, നിന്റെ വിഷയം ഏറ്റവും വലിയ വിഷയമാണ്. എനിക്ക് നിസ്കരിക്കണം എന്ന ബോധം വേണം. എനിക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. കുട്ടികളെ സ്നാക്ക് കഴിക്കൂലേ, ഉച്ചഭക്ഷണം കഴിക്കൂലേ, ലഞ്ച് കഴിക്കൂലേ? എനിക്ക് ഭക്ഷണം കഴിക്കണം. ഇല്ലേ, അടുത്ത വിരൽ ഉറക്കം തൂങ്ങും, അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും എന്ന് ചിന്തിക്കുന്ന പോലെ ഐ നീഡ് ടു പ്രേ. അങ്ങനെ ഒരു തോന്നല്, ഐ വാണ്ട് ടു പ്രേ പോരാ, ഐ നീഡ് ടു പ്രേ. എനിക്ക് നിസ്കരിക്കണം. ഈ തോന്നൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. എന്നാൽ പിന്നെ ഒരു മയക്കുമരുന്ന് ലഹരിക്ക് ഒരു പോവില്ല. അൽ ഉൻസു ബില്ലാഹ്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബിഹി. പാതിരാവുകളിൽ എല്ലാവരും ഗാഢമായ നിദ്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വുളു എടുത്ത് വീട്ടുകാരാരെയും വിളിച്ചുണർത്താതെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത്, വല്ല വരാന്തയിലോ ബെഡ്റൂമിലോ നിങ്ങളുടെ അടുക്കളയിലെങ്കിലോ പോലും ഒരു മുസല്ല വിരിച്ച് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഉറങ്ങുന്ന ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ, ഒച്ച വെച്ചോതാതെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒച്ചക്ക് എഴുന്നേറ്റിരുന്ന് നിസ്കരിക്കുന്നതിൻ്റെ ഒരു മാധുര്യമുണ്ട്. ആ മധുരമറിഞ്ഞവരാരും തഹജ്ജുദ് ഒഴിവാക്കൂല. ആ മധുരമറിഞ്ഞവരാർക്കും അതൊഴിവാക്കാൻ കഴിയൂല. ആ മധുരം അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ്. അൽ ഉൻസു ബില്ലാഹ്. മധുരങ്ങളിൽ, ആനന്ദങ്ങളിൽ ഏറ്റവും വലിയ ആനന്ദം ഏതാണെന്ന് അന്വേഷിച്ചു നടക്കുന്നവരെ, അത് മദ്യപാനത്തിലുണ്ടോ? ആ ആനന്ദം ലഹരിയിലുണ്ടോ? ആ ആനന്ദം വ്യഭിചാരത്തിലുണ്ടോ? തിന്മകളിലുണ്ടോ? സിനിമ കാണുന്നിടത്തുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ആനന്ദങ്ങളെക്കാളും 10 മടങ്ങ് ആനന്ദമാണ് പാതിരാവിന്റെ നിശബ്ദതയിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീണ് സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് സുജൂദിൽ കടന്ന് പറയുന്ന ആ ഒരു തസ്ബീഹിന് കിട്ടുന്ന മധുരം ലോകത്തെ ഒരു തിന്മയിൽ നിന്നും കിട്ടില്ല. മുഅ്മിനെ, കിട്ടില്ല സഹോദര, കിട്ടില്ല പെങ്ങളെ, കിട്ടില്ല വിദ്യാർത്ഥിനികളെ. ആനന്ദം ആത്മാവിന്റെ ആനന്ദമാണ്. അത് അല്ലാഹുവിനോട് നമ്മൾ മനസ്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ്. ഇബാദത്തിന്റെ, പ്രാർത്ഥനയുടെ ആനന്ദം. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ. രാത്രിയുടെ ഇരുട്ടറകളിൽ നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും സുജൂദിൽ കിടന്നുകൊണ്ടും യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണത്രേ. രാത്രികാലം ഖുർആൻ ഓതി നിൽക്കുകയും നിസ്കരിക്കുകയും സുജൂദ് ചെയ്യുകയും ചെയ്തിട്ട് ആഖിറത്തെ പേടിക്കുകയും അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും ചെയ്ത് പാതിരാവിൽ നിസ്കരിക്കുന്ന ആളും അങ്ങനത്തെ ഒരു നന്മയും ചെയ്യാതെ കിടന്നുറങ്ങി കാലം കഴിക്കുന്നവനും ഒരുപോലെയാണോ? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഇത് റിട്ടോറിക് ക്വസ്റ്റ്യൻ ആണെന്ന് പറയും. ഉത്തരം വ്യക്തമാണ്, അല്ല. ഇങ്ങനെ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുന്നൊരു മുഅ്മിനും കളി കണ്ടുകൊണ്ടോ സിനിമ കണ്ടുകൊണ്ടോ വെറുതെ റീലുകൾ കണ്ടുകൊണ്ടോ വെറുതെ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടോ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് വല്ലതും നോക്കിക്കണ്ടുകൊണ്ടോ സമയം കളയുന്നവനും ഖുർആനോദി തസ്ബീഹ് ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ നേരം വെളുക്കുമ്പോൾ മരിച്ചാൽ അവർക്ക് സ്വർഗ്ഗമാണത്രേ ഉറപ്പ്. സുബഹി കഴിഞ്ഞ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ഈ ദുആ ചൊല്ലിയാൽ മഗ്രിബിന്റെ മുമ്പ് മരിച്ചാൽ സ്വർഗ്ഗം ഉറപ്പാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. അത് ചൊല്ലുന്നവരും മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, നമ്മുടെ അങ്ങാടികളുടെ തെരുവുകളിൽ, നമ്മുടെ റെസ്റ്റോറന്റുകളിൽ പാതിരാ സമയങ്ങളിൽ തെരുവുകളിൽ കറങ്ങി നടക്കുന്നവരും മുസല്ല വിരിച്ച് മുസല്ലയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ലഹരി അടിച്ച് മദ്യപിച്ച് ബോധമില്ലാതെ റോഡരികിൽ കറങ്ങി നടക്കുന്നവനും അള്ളാഹുവിനെ പേടിച്ച് മുസല്ല വിരിച്ച് വുദു എടുത്ത് പാതിരാവിൽ നിസ്കരിക്കുന്ന മക്കളും ഒരുപോലെയാണോ?
ഒരിക്കലുമല്ല. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബിഹി. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നവരും പടച്ചവൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞ് റബ്ബിനെ ചാലഞ്ച് ചെയ്യുന്നവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആനന്ദമറിയുന്ന ഒരാളും ആ സുജൂദ് അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല, പ്രാർത്ഥന ഒഴിവാക്കാൻ കഴിയില്ല. ആത്മാവും ശരീരവും നൽകിയിട്ട് അല്ലാഹു മനുഷ്യനെ പടച്ചത്. ആ ആത്മാവ് ശരീരത്തിന് വലിച്ചെടുക്കുമ്പോഴാണ് മരിച്ചു എന്ന് പറയാം. അതുകൊണ്ട് ശരീരത്തെ ആനന്ദിപ്പിച്ചത് കൊണ്ട് മാത്രം ആനന്ദമാവില്ല, ആത്മാവിനെ കൂടെ ആനന്ദിപ്പിക്കണം. ആത്മാവിന്റെ ആനന്ദം അതിന്റെ സട്ടാവുമായി ബന്ധപ്പെടുമ്പോഴാണ് ആ ആനന്ദമാണ് ഇബാദത്തിലൂടെ, ആരാധനയിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ടൊരു വിശ്വാസിയുടെ മനസ്സമാധാനം ഒരിക്കലും വിശ്വാസിയല്ലാത്തവർക്ക് ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ. മൻ അറാദ അൻ യതകല്ലമ മഅ റബ്ബിഹി ഫൽയഖറഇൽ ഖുർആൻ. അല്ലാഹു മെഹബൂബാണെങ്കിൽ മെഹബൂബിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹം വരും. നിങ്ങളുടെ മെഹബൂബായ റബ്ബിനോട് നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? എന്താ പരിഹാരം? മൂസാ നബി അല്ലാഹുവിനോട് സംസാരിച്ചു. കലീമുല്ലാഹ്, അല്ലാഹുവിനോട് സംസാരിച്ച നബിയാണ് മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം. സീനാ താഴ്വരയിലെ തുവാ താഴ്വരയിൽ വെച്ച് മഹാനായ മൂസ നബി റബ്ബിനോട് സംസാരിച്ചു. അപ്പൊ റബ്ബിനോട് എനിക്കൊന്ന് കാണണമെന്ന് ചോദിച്ചില്ലേ? റബ്ബി അരിനീ അൻദുർ ഇലൈക്, അല്ലാഹുവേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? നീ എനിക്ക് നിന്നെ ഒന്ന് നോക്കി കാണാനാണ് എന്ന് മൂസ നബി പറഞ്ഞ നേരം സയ്യിദനാ മൂസ നബിക്ക് കാണാൻ കഴിഞ്ഞില്ല. ലൻ തറാനി, മൂസ നബിയേ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല ഈ ലോകത്ത്, അത് പരലോകത്തെ നടക്കൂ. സയ്യിദനാ മൂസ നബി അല്ലാഹുവിനോട് സംസാരിച്ച നബിയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് സംസാരിക്കുകയും ഉലമാഇന്റെ ഒരു അഭിപ്രായ പ്രകാരം റബ്ബിനെ കാണുകയും ചെയ്ത നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൻ നജ്മിന്റെ തഫ്സീർ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് അത് എന്താണ്? ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി അൽ കുബ്ര, ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അൽ കുബ്ര ഐ അൽ ആയത്തുൽ കുബ്ര, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും കുബ്രയായ ദൃഷ്ടാന്തം നബി തങ്ങൾ കണ്ടു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റുഅയത്താണത്രേ. ഏതായിരുന്നാലും റബ്ബിനോട് സംസാരിക്കണമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്പറില്ലല്ലോ വിളിക്കാൻ. അള്ളാഹുവിനോട് എങ്ങനെ സംസാരിക്കുക? ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ? അവിടെ ഉത്തരം അറിയുന്നവരുണ്ടെങ്കിൽ കൈവയ്ക്കട്ടെ. എന്ത് ചെയ്യും? അള്ളാഹുവിനോട് സംസാരിക്കണം തോന്നിയാൽ എന്ത് ചെയ്യും? ആരാ പറയണ്ടല്ലോ ഉത്തരം? അവർക്ക് പറഞ്ഞോളൂ. ദുആ ചെയ്യാൻ നിസ്കരിക്കാം. മൻ അറാദ, ഹദീസാണ്, മൻ അറാദ അൻ യതകല്ലമ മഅ റബ്ബിഹി, അല്ലാഹുവിനോട് സംസാരിക്കണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയഖറഇൽ ഖുർആൻ, ഖുർആൻ ഓതണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അതിന്റെ മാർഗം. ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ് കേൾക്കുന്നത്. റബ്ബിനോട് സംസാരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനോട് അങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ അല്ലാഹു അക്ബർ ചൊല്ലി നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നത്, ഓതുന്നത് ഖുർആനാണ്, തസ്ബീഹാണ്. തക്ബീർ ചൊല്ലിയാൽ അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത്. അള്ളാഹിന്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കണമെങ്കിൽ എങ്ങനെയാണത്? റബ്ബിന്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയഖറഇൽ ഖുർആൻ, അവർ ഖുർആൻ ഓതട്ടെ. ഖുർആൻ ഓതുന്നത് അള്ളാഹിന്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കലാണ്. അള്ളാഹിനോട് അങ്ങോട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വുളു എടുത്ത് വരിൻ, തക്ബീർ ചൊല്ലിൻ, ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് തക്ബീർ ചൊല്ലി നിസ്കാരത്തിന്റെ ശർത്തുകളും ഫർളുകളും പാലിച്ച് നിസ്കരിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നബി തങ്ങൾ പറയാറുണ്ട്, വിഷമങ്ങൾ വരുമ്പോ, ദുഃഖം വരുമ്പോ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്, അവിടത്തേക്കൊരു പ്രയാസം വന്നാൽ നബി തങ്ങൾ നിസ്കരിക്കാറായിരുന്നു പതിവ്. സുന്നത്ത് നിസ്കരിക്കും. നിസ്കാരത്തിന്റെ നേരമായാൽ മുഅദ്ദിനിനോട്, മുക്രിയോട്, ഈ മുക്രി എന്ന് പറഞ്ഞ മുക്രി എന്നാട്ടോ ശരിക്കും. മുക്രി ഖിറാത്ത് എന്ന് പറയില്ല, ഓതുക. മുക്രി എന്നാണ് ഓതി കൊടുക്കുന്ന ആളെന്നാ. പണ്ടൊക്കെ മദ്രസ പഠിപ്പിച്ചാലും മുക്രിസ്താമാരല്ലേ മുക്രി. അത് പറഞ്ഞു മുക്രിക്കായതാ സംഗതി. അത് മുക്രി ആണ്, ഖിറാഅത്ത് ചെയ്തു കൊടുക്കുന്ന ആള്. അഖറ യുഖ്രി മുക്രി, അതാണ് മുക്രിയായി മാറിയത്.
ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ മുഖരിയോട് വാങ്ക് വിളിക്കണേ, ഇഖാമത്ത് കൊടുക്കണേ എന്ന് പറയേണ്ടതിന് പകരം പുണ്യനബി പറയാറുള്ള വാക്കെന്താണെന്നറിയുമോ? അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ ആ നിസ്കാരം കൊണ്ടൊരാനന്ദം തരിൻ ബിലാലേ. നിസ്കാരം ആനന്ദമാണ്. ബിലാലേ വാങ്കൊടുക്കിൻ, ഇഖാമത്ത് കൊടുക്കിൻ, സമയമായല്ലോ എന്ന് പറയാൻ നബി പറയാറുള്ളത് അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്ത് നമുക്ക് സമാധാനം തരിൻ ബിലാലേ. അരിഹ്നാ ബിഹാ യാ ബിലാൽ. ആനന്ദമുള്ളവരുടെ ആനന്ദം, അള്ളാഹുവിനോട് സ്നേഹമുള്ള ആളുകളുടെ മനസ്സിന്റെ വേദന തക്ബീർ ചൊല്ലിയാൽ അവർക്ക് വിഷമുണ്ടാവും. എന്താ വിഷമെന്നറിയോ? ഇത് തീർന്നു പോകുമല്ലോ, ഇമാമു സലാം വീട്ടുമല്ലോ, നിസ്കാരം പെട്ടെന്ന് തീരുമോ എന്ന പേടിയാണ് മുഹിബ്ബീങ്ങൾക്കുണ്ടാവുക. മുനാഫിഖീങ്ങൾക്കോ ഇത് എന്താ തീരാത്തത്, ഇതെന്താ അവസാനിക്കാത്തത്, എപ്പോഴാ ഇമാമു സലാം വീട്ടുന്നത്, ഏത് സൂറത്താണാവോ ഇമാം ഓതുന്നത്, ദീർഘിപ്പിച്ചു കളയുമോ, നീണ്ടുപോകുമോ എന്ന് ഭയം വരും. ആനന്ദമുള്ളവർക്ക് ഇതൊന്ന് തീരരുതേ. ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലാണ്, അള്ളാഹു എന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്, ഞാനായിട്ട് എൻ്റെ മുഖം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് എൻ്റെ മുഖം തിരിക്കുമ്പോഴേ അള്ളാഹു മുഖം തിരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു അക്ബർ മുതൽ സലാം വരെ അള്ളാഹു എന്നെ ശ്രദ്ധിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആനന്ദമുള്ള അള്ളാഹുവിനോട് മഹബ്ബത്തുള്ളവർക്ക് ഇതൊന്ന് തീരല്ലേ എന്നാണ് ആഗ്രഹം. അല്ലാത്തവര് തറാവി എവിടെയാ എണ്ണം കുറവ്, എവിടെയാ വേഗം തീരുക എന്ന് പറഞ്ഞു ഓടി നടക്കും അല്ലേ. ഇനി റമദാൻ മാസമായ വെറുതെ ചർച്ച വരും, അത് 8 ആണോ 20 ആണോ ഉണ്ടല്ലോ. റബീഉൽ അവ്വൽ വന്ന വേറെ ചർച്ച ഉണ്ടാവും, റമദാൻ വരുമ്പോൾ ചർച്ച വരും. ബറാത്ത് രാവിലെ നോമ്പ് ഉണ്ടോ ഇല്ലേ, ഇല്ല എന്ന് പറയാനൊരു കൂട്ടരും ഉണ്ട് എന്ന് പറയാനൊരു കൂട്ടരും, അങ്ങനെ തർക്കം. ഇത് കാലക്കയാമത്ത് നാൾ ഉണ്ടാവും കേട്ടോ, ഇപ്പോഴും നിർക്കൊന്നുമില്ല. പഴയത് കിട്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അതൊരു അസുഖമാണ്. 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും അത് 20 റക്അത്താന്ന് പറഞ്ഞു അല്ലേ. സൗകര്യമുള്ള നിസ്കരിക്കുക ഇല്ലേ, ഇന്നെ കൂടെ 20 പറ്റൂല, പറ്റുന്നില്ലേ, പോയി കടന്നുറങ്ങിക്കോ, നിർബന്ധമൊന്നുമല്ലല്ലോ. പക്ഷെ അത് 20 അല്ല എന്ന് പറയാൻ നിൽക്കണ്ട, അത് 20 ആണ് എന്ന് നമ്മളെക്കാളും ഇവരല്ല 4 മഹാന്മാരായ ഇമാമിയങ്ങൾ അവരുടെ ഗവേഷണം കൊണ്ട് കണ്ടെത്തിയതാണ്. പിന്നെ നമ്മൾ ആയിഷ ബീവിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞ് വരണ്ട, അവരതും അതിനപ്പുറം കണ്ടവരാണ് അല്ലേ. അത് വെറുതെ എന്ത് ചെയ്യുക, ഇങ്ങനെ തർക്കിക്കുക. ഈ തർക്കിക്കുന്നവരാരെങ്കിലും തറാവിസ്കരിക്കാൻ പോകുന്നുണ്ടാവോ? അവർ പോകണമെന്നുണ്ടാവല്ലോ. ഓല് ഇങ്ങനെ അപ്പോൾ വീഡിയോ ഉണ്ടാക്കിയിരിക്കുക, ക്ലിപ്പ് ഉണ്ടാക്കിയിരിക്കുക ചെയ്യുള്ളൂ. ഓരത് പോകുന്നില്ല. ഇത് ഫസാദാക്കൽ തന്നെ ഉദ്ദേശം. ആനന്ദം തോന്നുന്നുണ്ടോ, അത് പൂർണ്ണമായ ഇബാദത്ത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു പോകും. അല്ലാത്തവൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് തടിതപ്പോ. ആനന്ദം പടച്ചവനോട് തോന്നണം. ഇതെൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ തലചായ്ക്കുകയാണ്, ഇതെൻ്റെ അള്ളാഹുവിനോട് ഞാൻ ചെയ്യുന്ന എൻ്റെ ബാധ്യതയാണ്. ഒരു മനുഷ്യൻ ഒരു കാര്യത്തെ നിഷേധിക്കുന്നതും ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതും രണ്ടാണ് അല്ലേ. നിസ്കാരം ഫർളാണ്. ഒരാൾ പറയും എനിക്കിപ്പം നിസ്കാരം ഫർളൊക്കെ തന്നെയാണ്, എന്നെക്കൊണ്ട് അത് ആവണില്ല എന്ന് പറഞ്ഞാൽ അയാൾ തെറ്റുകാരനായ ആസ്വിയായ ഒരു മുഅ്മിനാണെന്ന് പറയും. നേരെ മറിച്ച് അയാൾ പറയാ ഇത് നിർബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അയാൾ കാഫിറാണെന്നാ പിന്നെ ശറഅ് പറയാം, അയാൾ മുസ്ലിം അല്ല. നിഷേധിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. നിഷേധിക്കണമെന്നില്ല, അയാളെ കൊണ്ട് പറ്റൂല എന്നാ പറയുന്നത്, ആൾ തെറ്റുകാരനാണ്, ഗുരുതരമായ തെറ്റാ ചെയ്ത്. പക്ഷെ മുഅ്മിനല്ലേ, മുഅ്മിനാണ്. എന്തുകൊണ്ട്? ആ അംറിനെ, ആ ഹുക്ം അംഗീകരിച്ചു. അതുകൊണ്ടാണ് നിഷേധിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു പോയാൽ മതി. ചെയ്യുന്നവരോട് എന്ത് ചെയ്യരുത്, വസ്വാസം ഉണ്ടാക്കരുത്. അത്രേ പറയാനുള്ളൂ. എല്ലാ കൊല്ലം ഇങ്ങനെ വരും ഓരോരോ ചർച്ചകളായിട്ട്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുന്നു പറഞ്ഞു. 7 വിഭാഗം ആളുകൾ. ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. വറജുലുൻ തഹാബ്ബ ഫില്ലാഹി ജതമഅ അലൈഹി വതഫറഖ അലൈഹി. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന 2 ആളുകൾ. അല്ലാഹുവിന് വേണ്ടി, ആണും പെണ്ണും അല്ലേ, ഹറാമായ ബന്ധങ്ങളല്ല, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന സ്നേഹബന്ധങ്ങൾ. ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. അള്ളാഹുവിന് വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടുന്നത്, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അവർ പിരിഞ്ഞു പോകുന്നത്. അങ്ങനത്തെ 2 പേർ. പിന്നെ പറഞ്ഞു രഹസ്യമായ സ്വതക്ക കൊടുത്തവർ, ആരും അറിയാതെ. നിങ്ങൾ ചെയ്ത ദാനം നിങ്ങളുടെ വീട്ടുകാർ പോലും, ഭാര്യ അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഇടത്തെ കൈ പോലും അറിഞ്ഞില്ല വലതു കൈ കൊടുത്തത്. അങ്ങനെ ദാനം ചെയ്തവർ, ആരാരും കാണാതെ ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവർ. വ്യഭിചാരത്തിലേക്ക് ഒരു സുന്ദരിയായ പെണ്ണ് നിങ്ങളെ ക്ഷണിച്ചപ്പോൾ, വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്മാറിയവൻ. പിന്നെ പറഞ്ഞു
വമൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, ആരുടെ ഹൃദയമാണോ അല്ലാഹുവിന്റെ മസ്ജിദുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, എപ്പോഴും പള്ളിയുടെ കാര്യത്തെക്കുറിച്ചാണ് അവരുടെ അവലാദിയും ഏവലാദിയും ചിന്തകളും. പള്ളിയുടെ പണി പൂർത്തിയാക്കണം, അവിടെ ഹൗള് വേണം, അവിടെ വൃത്തിയാക്കണം, അവിടെ വെള്ളം ആയിട്ടില്ല, അവിടെ പായ് വിരിച്ചിട്ടില്ല, ബാങ്ക് വിളിച്ചിട്ടില്ല, അവിടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല, സ്വിച്ച് ഇട്ടിട്ടില്ല. ഇങ്ങനെ ഏതു നേരവും മസ്ജിദുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നവർ. പിന്നെ ആരാണോ ചെറുപ്പകാലം മുതൽ നിസ്കാരം നിലനിർത്തി അള്ളാനെ ഭയപ്പെട്ട് വളർന്നു വന്ന ചെറുപ്പക്കാരനാരോ, ഈ 7 വിഭാഗം ആളുകൾക്ക് നാളെ അർശിന്റെ തണൽ അല്ലാഹു നൽകും. വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുമ്പോ സൂര്യഗോളം പോലോത്തത് തലക്ക് തൊട്ട് താഴെ വന്ന് അടുത്ത് നിൽക്കുമ്പോ വിയർത്ത് വെന്ത് ഉരുകുമ്പോ അർശിന്റെ തണൽ നൽകാൻ 7 വിഭാഗത്തെ അല്ലാഹു തെരഞ്ഞെടുത്തതിൽ 7 വിഭാഗത്തിന്റെയും പ്രത്യേകത അറിയണേ. അവർ അല്ലാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് കാര്യങ്ങൾ ചെയ്തവരാണ്. അതിലൊന്ന് വമൻ ഖൽബുഹു യഹ്വിൽ മസാജിദ ദായിമാ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി. അള്ളാന്റെ മസ്ജിദിനോട് സ്നേഹം അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആ മെഹബൂബിന്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടാവും, അവരുടെ മഹല്ല് നിങ്ങൾക്ക് ഇഷ്ടമാവും, നാട് ഇഷ്ടമാവും. അള്ളാന്റെ വീട് നമുക്ക് ഇഷ്ടമാവണം. റബ്ബ് നമ്മുടെ മെഹബൂബാണ്. അള്ളാഹുവിന്റെ വീടാണ് ലോകത്തെ എല്ലാ മസ്ജിദും. എന്നാൽ കഅബ എന്ന മസ്ജിദ് അള്ളാന്റെ വീടാണെന്ന് മാത്രമല്ല, അൻ തുഹിർ ബൈതിയ ലിത്വായിഫീൻ, എന്റെ വീട് എന്ന് അല്ലാഹ് റബ്ബിലേക്ക് ചേർത്തി പറഞ്ഞ വീടാണ് പരിശുദ്ധമായ കഅബാലയം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിയുമെങ്കിൽ മക്ക വരെ യാത്ര ചെയ്യണം, അള്ളാന്റെ വീട്ടിലേക്ക് വരണം, കഅബ കാണണം, ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണമെന്ന് അള്ളാഹു നിർബന്ധിക്കാൻ കാരണം. കഅബാലയം കുറെ കല്ലും ചുമരും മാത്രമല്ല, അത് കാണാനല്ല അള്ളാഹു വിളിക്കുന്നത്. ഇത് റബ്ബിന്റെ വീടാണ്, മെഹബൂബിന്റെ വീട് ചെന്ന് കാണണ്ടേ? അത് മുഹിബിന്റെ ആഗ്രഹമല്ലേ? അള്ളാഹു എന്ന മെഹബൂബിന്റെ എന്റെ വീടാണ് എന്ന് അള്ളാഹ് പറഞ്ഞ വീടാണ് കഅബാലയം. ബാക്കിയുള്ള പള്ളികളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ വഖഫ് ചെയ്യുന്നതാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ലേ? എന്റെ വീട് എന്റെ വീട് എന്ന് അല്ലാഹു പറയുന്നത് കഅബാലയത്തെ കുറിച്ചാണ്. അത് എന്റെ വീട് വന്ന് സന്ദർശിക്കണം. അപ്പൊ അല്ലാഹ് നമ്മുടെ മെഹബൂബ് ആണെങ്കിൽ പോയി സന്ദർശിക്കൂലേ? ഇതൊന്നും ഇഷ്ടമല്ലാണ്ടെങ്കിൽ വലിഞ്ഞു പോണവരുണ്ട്. അവിടെ എത്തിയിട്ട് പറയാം, അല്ലാഹ് ഹജ്ജ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ വരൂലായിരുന്നു കേട്ടോ. എന്തിനാ പിന്നെ വന്ന കാര്യം, പോയില്ലേ? അവിടെ തിക്കും തിരക്കും കാണുമ്പോഴേ ഇതൊക്കെ ഹജ്ജ്, ഞാൻ ഇപ്പോഴാണ് അതൊക്കെ അറിയണത് എന്ന് പറയും. പോയി അവിടുത്തെ തിക്കും തിരക്കും, അവിടുത്തെ ചൂടും, അവിടുത്തെ തിരക്കും, അവിടുത്തെ നടത്തവും, അവിടുത്തെ ത്യാഗങ്ങളുമെല്ലാം എൻ്റെ മെഹബൂബ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതി വരുന്നവർക്കാണ് ഹജ്ജ്. അതുകൊണ്ടാണ് ആരെങ്കിലും ഹജ്ജ് ചെയ്യുകയും വലം യർഫുസ്, ആ ഹജ്ജിന്റെ വേളയിൽ ഒരു മുറുമുറുപ്പും പറയാതെ ഒരു അക്ഷമയും കാണിക്കാതെ ആരാണോ അള്ളാഹുവിന് ഹജ്ജ് ചെയ്യുന്നത് അവർക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ വീടിനോടൊരു സ്നേഹം, മസ്ജിദിനോടൊരു സ്നേഹം വേണം. ഇത് ഈമാന്റെ അടയാളമാണ്. പള്ളി അള്ളാഹുവിൻ്റെതാണ്. കമ്മിറ്റിക്കാരെ നമ്മളെന്നൊക്കെ പറഞ്ഞാലും പള്ളിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? അള്ളാഹുവിന് വഖഫ് ചെയ്ത പള്ളി അള്ളാഹ്ക്കുള്ളതാണ്, അള്ളാഹിൻ്റെതാണത്. വഖഫ് ചെയ്താൽ അതിന്റെ മിൽക്ക് ഉടമസ്ഥാവകാശം ആർക്കാണ്? അള്ളാഹുവിനാണ്. പിന്നെ കമ്മിറ്റിക്കാർ കൈകാര്യകർത്താക്കളാണ്, ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ്. ഭൂമിയിലെ എല്ലാ മസ്ജിദുകളും അള്ളാഹുവിന്റെ ഭവനങ്ങൾ തന്നെ. എന്നാൽ ഭൂമിയിലെ ആദ്യത്തെ വീടായ കഅബാലയം അള്ളാഹു എന്റേത് എന്ന് പറഞ്ഞ വീടാണ്. അതുകൊണ്ടാണ് കഅബാലയം നമ്മുടെ ഖിബിലയായി മാറിയത്. അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ ഡയറക്ഷൻ ഖിബിലയാണ്. എന്ത്? അത് അള്ളാഹിൻ്റെതാണെന്ന് പറഞ്ഞ വീടാണ്. മറ്റേതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ വഖഫ് ചെയ്ത വീടാണ്. അതാണ് വ്യത്യാസം. അള്ളാഹുവിനോട് മഹബ്ബത്തുണ്ടോ? അള്ളാഹുവിന്റെ വീട് പോയി സന്ദർശിക്കണം. അത് മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹ്ബൂബായ അള്ളാഹുവിന്റെ മുന്നിൽ ഭവ്യതയോടുകൂടെ നിൽക്കുന്നത് ഒരു മുഹിബിന്റെ അടയാളമാണ്. സ്ഥാനമേറിയ മഹാനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴേ ആ മനുഷ്യന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കാൻ കഴിയൂല.
അപ്പം നമ്മൾ ഒരു വെസ്റ്റേൺ കൾച്ചറാണെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കണം എന്നാണ്. നമ്മളിപ്പോൾ ഇന്ത്യക്കാർ നമ്മുടെ നാട്ടുകാരൊക്കെ ചെന്നാൽ പേടിച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് നോക്കി സംസാരിക്കും. അപ്പോൾ കണ്ണിലേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ കള്ളനാണ് എന്നൊരു ഒരു രീതി അവർക്കുണ്ട്, പടിഞ്ഞാറുകാർക്കുണ്ട്. കള്ളനായതുകൊണ്ടാണ് കണ്ണുക്ക് നോക്കാത്തത്. അല്ലെങ്കിൽ ലുക്കിംഗ് ടു മൈ ഐസ്, കണ്ണിൽ നോക്കി സംസാരിക്കുന്ന പറയാം. പക്ഷെ നമുക്ക് മുതിർന്നവരോട് നാടനോട്ട് അള്ളാഹ്ക്ക് തസ്ബീഹ് സാധനമാണ്. നിങ്ങൾ കടിക്കാൻ വരുന്നുണ്ടെങ്കിൽ മാത്രം എന്തേ ചെയ്താൽ മതി, ഇവരൊന്നും ചെയ്യൂല, പോയിക്കോളും. നായനെ എറിയൽ സുന്നത്തൊന്നുമില്ല. അതിന് വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ പോയിക്കണ ഒരു പെണ്ണ് അറിയില്ലേ? സംഗതി നജസ് തന്നെയാണ്. തൊട്ടാൻ നജസ് 7 വട്ടം കഴുകണം, മണ്ണിട്ട് കഴുകും വേണം. പക്ഷേ മൂപ്പർക്ക് വെള്ളം കൊടുത്തിട്ടാണ് ഒരു അഭിസാരികയായ പെണ്ണ് സ്വർഗത്തിലേക്ക് പോയത്. അള്ളാഹ്ക്ക് തസ്ബീഹ് ചൊല്ലുന്നൊരു ജീവിയാണ്. നിസ്കരിക്കാത്ത ഒരാളും ഒരു നായ അടുത്തുണ്ട്, ഒരു ഭക്ഷണം ഉള്ളൂ, ഒരാൾക്ക് തിന്നാൻ പറ്റുള്ളൂ, ആർക്ക് കൊടുക്കണം എന്നാ പറയാ? നായക്ക് കൊടുത്തോളി എന്നാ പറയാ. എന്തേ? അത് അള്ളാഹിനെ ഓർക്കുന്ന ജീവിയാണ്. മറ്റോ നിസ്കരിക്കൂല നടക്കണ ആളല്ലേ. നമ്മളറിയാതെ കല്ലെടുത്തു അല്ലേ, അങ്ങനെ ശീലായിപ്പോയി എന്ന് തോന്നുന്നു അല്ലേ. നായനെ എറിയണം എന്നാ വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല, അതിനെറിയൊന്നും വേണ്ട. അത് ഉപദ്രവിക്കുകയാണെങ്കിൽ ആട്ടി പറഞ്ഞേച്ചാൽ മതി. أما يخشى الذي يرفع بصره في الصلاة أن يحول الله رأسه رأس حمار. നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ നിൽക്കണം. അതുകൊണ്ട് കണ്ണ് താഴ്ത്തണം. എവിടെയാണോ നമ്മൾ സുജൂദ് ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടാണ് നോക്കേണ്ടതെന്നാണ്. നിസ്കരിക്കുമ്പോഴേ മുമ്പിൽ നിൽക്കണോണ്ട കുപ്പായത്തിൻ്റെ ബാക്കോ അല്ലെ ഇമാമിൻ്റെ പെരടിക്കോ നോക്കാൻ നിൽക്കണ്ട. എങ്ങോട്ടാണ് നോക്കേണ്ടത്? താഴെ. നമ്മൾ എവിടെയാണോ തല വെക്കാൻ പോകുന്നത്, സുജൂദിൽ നെറ്റി വെക്കാൻ പോകുന്നത്, അവിടേക്കാണ് നോക്കി നിൽക്കേണ്ടത്. എന്നാലും നമ്മൾ അപ്പുറപ്പുറമൊക്കെ വായിച്ചു പോകൂലേ. അതിന് ഓരോരുത്തരും ഓരോ എഴുതി കൊണ്ടുവരും ചെയ്യും കുപ്പായത്തുമ്മേ. ദയവ് ചെയ്ത് എഴുത്തും രൂപങ്ങളുള്ളത് പള്ളിക്ക് വരല്ലേ. ദയവ് ചെയ്ത് നിങ്ങളൊരു ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ കിട്ടു പോവോ? ഒരു ഇൻ്റർവ്യൂ ജോലിക്ക് പോവാണ്, നിങ്ങളിങ്ങനെ ഫ്ലൈ എമിറേറ്റ്സ് എന്നൊക്കെ ചെയ്തിട്ട് പോവുക ബാക്കിൽ? നിങ്ങൾ നല്ല കുട്ടപ്പനായിട്ടല്ലേ പോവുക? നല്ല ടൈയും ഷൂ ഒക്കെ ഇട്ടിട്ട് വല്ല ഉഷാറിലല്ലേ പോവുക? ടീഷർട്ടും ട്രൗസറൊക്കെ ഇട്ടിട്ട് പോവോ? ഞാൻ ചോദിക്കുകയാണ്. പണി കിട്ടൂല അല്ലേ? എന്താ പറയുക, ഈ ചങ്ങയ്ക്ക് മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ല, അവനവൻ എന്ത് ജോലി കൊടുക്കാനാണെന്നാ പറയാ. അവിടെ ഫെയിലാക്കും. ഉള്ളിൽ തന്നെ കയറ്റില്ല, പോയിക്കോട്ടെ അറിയും. നമ്മളൊക്കെ അള്ളാൻ്റെ മുമ്പിൽ കൂളായിട്ട് ജുമയൊക്കെ ഇങ്ങനെ മണക്കണ കുപ്പായൊക്കെ ഇട്ടിട്ടാണ് വരിക. സുബ്ഹാനല്ലാഹ്. അതൊക്കെ അള്ളാഹ് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റഹ്മത്ത് കൊണ്ട് തന്നെ സ്വീകരിച്ച് കിട്ടിയെങ്കിലുള്ളൂട്ടാ. നിസ്കരിക്കുമ്പോൾ ഭവ്യതയോടുകൂടെ നിൽക്കണമെന്നാ. അനങ്ങരുത്, ആടിക്കളിക്കരുത്. സുജൂദ് എവിടെയാണോ ചെയ്യാൻ പോകുന്നത് ആ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണം. മേലോട്ട് നോക്കുക, ഫാനുമൊക്കെ നോക്കാൻ പാടില്ല, പള്ളിയുടെ സീലിംഗിലേക്ക് നോക്കാൻ പാടില്ല. നിസ്കരിക്കുമ്പോൾ മുമ്പിലേക്കേ നോക്കാവൂ. എന്തേന്നറിയോ? ഒരു മഹാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കിയിട്ടാണ് നിൽക്കുക. കണ്ണൊക്കെ നോക്കൂല, മേലോട്ട് നോക്കൂല. അള്ളാഹു ഉന്നതങ്ങളിലാണ്, അള്ളാഹു സമായിലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു ഉന്നതങ്ങളിലാണ്. അതുകൊണ്ട് മേലോട്ട് നോക്കിക്കൂടാ, താഴേക്ക് നോക്കണം. നിസ്കരിക്കുമ്പോൾ കണ്ണുകൊണ്ട് മേലോട്ട് നോക്കുന്നവർക്ക് പേടി തോന്നുന്നില്ലയോ? അവരുടെ തല അള്ളാഹു ഒരു കഴുതയുടെ തലയായി മാറ്റിക്കളയുമോ എന്നവർ പേടിക്കുന്നില്ലേ? നബി നിങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മേലോട്ട് നോക്കരുത്, മുമ്പിൽ ഭവ്യതയോടുകൂടെ നിൽക്കണം. സൂറത്തുൻ നജ്മിൽ അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് നബി തങ്ങൾ കയറി ചെല്ലുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി താഴേക്കാണ് നോക്കിയത്. നബി തങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ടില്ല. നാളെ അരീക്കോട് ഒരു പരിപാടി ഉണ്ട് ഇൻഷാ അല്ലാഹ്. നടത്തം എന്നതാണ് വിഷയം. എങ്ങനെയാണ് നടക്കേണ്ടത്? ഇതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും പറയണ്ടോന്ന് 2 മണിക്കൂർ പറഞ്ഞാലും തീരൂല. അതിലിങ്ങനെ ഈ വലത്തും ഇടത്തും നോക്കി നടക്കലും നോക്കാതെ നടക്കലും തുടങ്ങി കുറച്ച് മസലകൾ അതിനെക്കുറിച്ച് പറയാൻ